മലബാറിലെ ബ്രിട്ടീഷ് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, പാലക്കാട് എന്നീ പ്രദേശങ്ങളിലായിരുന്നു. അക്കാലത്തെ സാമൂഹ്യ ഘടനയിൽ അവർണരായിരുന്ന അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരായിരുന്ന തീയർ വിഭാഗത്തിന് അല്ലെങ്കിൽ ഈഴർ വിഭാഗത്തിന് ജാതിപരമായ വിശുദ്ധിയെക്കുറിച്ചൊന്നും പേടിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് പല ജോലികളിലും അവർ പ്രവർത്തിച്ചു. അക്കാലത്ത് തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലുമുള്ള ജാതി വിലക്കുകളൊന്നും മലബാറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമായപ്പോഴേക്കും തീയർ വിഭാഗത്തിൽ നിന്ന് നിരവധി വ്യക്തികൾ ഉന്നത വിദ്യാഭ്യാസം നേടി. അക്കാലത്ത് ഒരു ഇന്ത്യക്കാരന് നേടാൻ കഴിയാവുന്ന ഉന്നത ഉദ്യോഗങ്ങളായ ഡോക്ടർ, എഞ്ചിനീയർ, IAS-കാർ, സൈനിക ജനറൽമാർ എന്നീ ഉന്നത നിലകളിൽ അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയും സർക്കാർ ജോലികളിലൂടെയും തീയർ വിഭാഗത്തിന് ഉന്നത നിലകളിലെത്താനും സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും കഴിഞ്ഞു. പക്ഷേ അപ്പോഴും അവർക്ക് സാമൂഹ്യപരമായ നീതി നിഷേധത്തിനും ജാതിപരമായ അവശതയ്ക്കുമൊന്നും പരിഹാരമായില്ല. അപ്പോഴും അവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ക്ഷേത്രപ്രവേശനത്തിൻ്റെ കാര്യത്തിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലെയും വ്യവസ്ഥകൾ മലബാറിലും ബാധകമായിരുന്നു.